പക്ഷേ ഇന്നും പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി സാഹിബിനെ വലിയൊരു നവോത്ഥാന നായകനാക്കിയിട്ടാണ് എന്ത് ചെയ്യണത് കൊണ്ടു കിടക്കുന്നത്. മൗദൂദി സാഹിബ് ഒരു ചിന്തകൻ എന്നതിലപ്പുറം നവോത്ഥാന കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നു എന്ന് പറയാൻ കഴിയൂല. കാരണം ഒരാൾ ഒരു നവോത്ഥാന നായകനാകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യത്തെ തിരുത്തിയിട്ടല്ല. എന്താണോ സത്യം അതിനെ തിരുത്തിയിട്ടല്ല നവോത്ഥാന നായകനാകേണ്ടത്. മറ്റൊന്ന്, പ്രമാണവിരുദ്ധ ആശയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടല്ല എന്താകേണ്ടത് നവോത്ഥാന നായകനാകേണ്ടത്. ഇസ്ലാം കൃത്യമായി മുന്നോട്ട് വെച്ച ആശയാദർശങ്ങളെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഓരോ കാലഘട്ടത്തിലും കൊണ്ടു നടക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കാണ് നവോത്ഥാന നായകന്മാർ എന്ന് പറയാം. പ്രമാണങ്ങൾ വെള്ളം ചേർക്കാൻ പാടില്ല, ആശയത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ കേട്ട സംസാരത്തിൽ പിന്നെ മൗദൂദി സാഹിബ് ഇസ്ലാമിൻ്റെ ഒരു ബദൽ അഥവാ ഇസ്ലാമിൻ്റെ ആശയത്തെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് എന്നാണ് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രധാന വക്താവാണ് അദ്ദേഹം, അയാൾ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് ഒരു വള്ളിക്കെട്ട് പോലെയാണ് ഓൽക്ക്. അതായത് അദ്ദേഹത്തെ ഇങ്ങനെ പിരി അയച്ചുകൊണ്ട് ഒഴിവാക്കാൻ നോക്കുകയാണ്, പക്ഷേ ആ പിരി അയണില്ല, അത് പിന്നെ ഓലത്തിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇന്ന് നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ അതോടൊപ്പം തന്നെ അവരെന്ത് പറയുന്നു, ഇസ്ലാമിൻ്റെ നവോത്ഥാന നായകനാണ് എന്ന് മാത്രമല്ല, ഇതിപ്പോൾ പ്രബോധനത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പ് ഈ 2024 ഇറങ്ങിയ പ്രബോധനത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പാണ്. ഇതിൽ മൗദൂദിയെ പരിചയപ്പെടുത്തിയത് ലോക ഇസ്ലാമിക മുന്നേറ്റത്തിന് ഏറ്റവും അധികം സംഭാവനകൾ അർപ്പിച്ച ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ പണ്ഡിതൻ അബുൽ-അല മൗദൂദിയാണ്. ഇന്ന് ലോകമെങ്ങും കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ ആദ്യ സ്പന്ദനങ്ങൾ മൗദൂദി കൃതികളാണ്. അപ്പോൾ ഒരു നവജാഗരണം നടത്തിയ പുതിയ ഒരു ഉണർവ് കൊണ്ടുവന്ന ആൾ എന്ന നിലക്കാണ് ഈ സമയത്ത് പോലും അവരെന്ത് ചെയ്യണത് പിന്നെ അയാളെ പറ്റി പറയുന്നത്. മാത്രവുമല്ല അയാളെ വാദോരാതെ അവർ പ്രശംസിച്ചതും പിന്നെ അയാളെ ആശയങ്ങളെ എല്ലാ നിലക്കും അവർ പിന്നെ ഏറ്റെടുത്തതൊക്കെ എന്ത് ചെയ്യുക നമുക്കവരെ പിന്നെ രചനകളിലും മറ്റും കാണാൻ സാധിക്കും. ഇവിടെ ഈ മൗദൂദി സാഹിബ് കൊണ്ടുവന്നത് തനതായ ഇസ്ലാമിൻ്റെ ആശയം തന്നെയാണോ അല്ലയോ, അതാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ പരിശോധന നടന്നു കഴിഞ്ഞാൽ അയാൾ നവോത്ഥാന നായകനല്ല എന്ന് ഉറപ്പാകും.